ഡൊണാൾഡ് ട്രംപിനെ ശരിക്കും ആരാണ് കൊല്ലാൻ നോക്കിയത് എന്നുള്ള ആ കോൺസ്പിറസിന്റെ സെക്കൻഡ് പാർട്ട് വീഡിയോ ആണിത്. നമ്മൾ ലാസ്റ്റ് പറഞ്ഞ പോയിന്റ്, എപ്പോഴൊക്കെ വലിയൊരു യുദ്ധം നിർത്താൻ നോക്കിയിട്ടുണ്ടോ അവരെയൊക്കെ അമേരിക്കൻ ഹിസ്റ്ററിയിൽ കൊല്ലാനാണ് നോക്കിയിട്ടുള്ളത്. അപ്പൊ ശരിക്കും ആരാണ് ഇതിന്റെ പിന്നിൽ? US മിലിറ്ററി കോംപ്ലക്സ് എന്ന് പറയുന്നത് എന്താണ്? നമ്മൾ ഒരു കാര്യം അറിഞ്ഞിരിക്കണം. അമേരിക്കയുടെ മിലിറ്ററി ബഡ്ജറ്റ് എന്ന് പറയുന്നത് $900 ബില്യൺ ആണ്. അത് ഈ ന്യൂക്ലിയർ വെപ്പൺസ് ഒന്നും കൂട്ടാതെയാണ് ആ കണക്ക്. അതായത് വേറെ പല രാജ്യങ്ങളുടെ എല്ലാവരും കൂടി കൂട്ടിയാലും ഈ അമേരിക്കയുടെ 900 ബില്യന്റെ അടുത്ത് പോലും എത്താൻ പറ്റില്ല. അപ്പൊ അമേരിക്കൻ മിലിറ്ററിക്ക് വെപ്പൺസ് എല്ലാം മാനുഫാക്ചർ ചെയ്യുന്ന കുറെ ആൾക്കാരുണ്ട്. ഡിഫൻസ് കോൺട്രാക്ടേഴ്സ് എന്നാണ് ഇവരെ വിളിക്കുന്നത്. ലോക്കീഡ് മാർട്ടിൻ, RTX, ബോയിങ്, ജനറൽ ഡൈനാമിക്സ് എന്ന് പറഞ്ഞിട്ട് കുറെ കമ്പനീസ് ഉണ്ട്. ഇവരെല്ലാരും കൂടെ ചേർന്ന് വിളിക്കുന്ന പേരാണ് മിലിറ്ററി കോംപ്ലക്സ് എന്നുള്ളത്. ഇനി ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഇപ്പൊ അമേരിക്ക $2 ബില്യൺ യുക്രൈന് കൊടുക്കുന്നു എന്ന് നമ്മൾ വാർത്ത കാണാറില്ലേ? ഇത് എങ്ങനെയാണ് ശരിക്കും കൊടുക്കുന്നത്? ക്യാഷ് ആയിട്ട് കൊണ്ടുപോയി കൊടുക്കല്ല. അമേരിക്കൻ കോൺഗ്രസിൽ ഈ ബില്ല് പാസ്സാക്കി കഴിഞ്ഞാൽ ഈ പൈസ ആക്ച്വലി മിലിറ്ററി കോംപ്ലക്സിനാണ് നൽകുന്നത്. അതായത് അമേരിക്കൻ ഗവൺമെന്റ് അമേരിക്കയിലുള്ള പല കമ്പനികൾക്കാണ് ഈ പൈസ കൊടുക്കുന്നത്. എന്നിട്ട് അവരെന്ത് ചെയ്യും? ഈ പൈസക്കുള്ള വെപ്പൺസ് ഉക്രൈനിലേക്ക് കൊടുക്കും. അപ്പൊ വലിയൊരു യുദ്ധം നടന്നുകൊണ്ടേ ഇരിക്കുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ പ്രോഫിറ്റ് ഉണ്ടാക്കുന്നത് ആരാണ്? അമേരിക്കയിലുള്ള ഇത്തരം കമ്പനീസ് ആണ്. US മിലിറ്ററി കോംപ്ലക്സ് ആണ്. അപ്പൊ ഒരു അമേരിക്കൻ പ്രസിഡന്റ് ആവാൻ പോകുന്ന ആൾ വന്നിട്ട് ഈ യുദ്ധമൊക്കെ ഞാൻ നിർത്താൻ പോവാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരുടെ ബിസിനസ് ആയിരിക്കും ഏറ്റവും കൂടുതൽ ബാധിക്കുക? അതും ഈ അമേരിക്കൻ മിലിറ്ററി കോംപ്ലക്സ് ആണ്. പണ്ടത്തെ JFKന്റെ കാര്യമായാലും ഇപ്പോഴത്തെ ട്രംപിന്റെ കാര്യമായാലും രണ്ടുപേരുടെ കേസിലും ഇതൊരു കോമൺ ഫാക്ടറാണ്. ഇത് കേൾക്കുമ്പോൾ വലിയൊരു കോൺസ്പിറസി പോലെയൊക്കെ തോന്നുമെങ്കിലും ഹൂ ഈസ് ബെനിഫിറ്റിംഗ് ഫ്രം ദിസ് എന്ന് ആലോചിക്കുമ്പോൾ നമുക്ക് വ്യക്തമായിട്ട് ഒരു ആൻസർ കിട്ടും.